ഇത് ഞാൻ കുറച്ച് ദിവസത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഞാൻ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ അംബാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പൂജ പഠിച്ചതിന് ശേഷം അതിന് തൊട്ടടുത്തുള്ള ശ്രീ പേരയിൽ തമ്പുരാൻ ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തിയായിട്ട് ആദ്യമായിട്ട് ഞാൻ കയറുകയായിരുന്നു. മേൽശാന്തിയായിട്ട് ആദ്യമായിട്ട് കയറിയ അമ്പലമാണത്. അത് വെങ്ങാനൂർ നീലകേശിക്ക് താഴെ അംബാപുരം മണലി റോഡിലാണ്. റോഡ് വളരെ മോശമാണ്, അവിടെ ഒരുപാട് വീടുകളുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ കോർപ്പറേഷൻ പരിധിയായിട്ടും ആ റോഡ് കിടക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയല്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ നല്ല ആംബിയൻസ് ആണ്, കാരണം നല്ല വയലാണ്, നല്ല രസമാണ് കാണാൻ. ചീരയൊക്കെ നിൽക്കുന്ന കീര നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല രസം. അതാണിപ്പം നിങ്ങൾ കാണുന്നത്. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന ദേവത എന്ന് പറയുന്നത് ഭഗവാൻ ശിവൻ. അദ്ദേഹവും അവിടുത്തെ കുടുംബത്തിലെ തന്നെ ഭഗവതിയായിട്ടിരിക്കുന്നതുമാണ് ഇവിടുത്തെ ദേവതകൾ. പിന്നെ ഗണപതി അങ്ങനെയുള്ള മറ്റുള്ള ഉപദേവതകളുമുണ്ട്. ഞാൻ പൂജ പഠിച്ചതിന് ശേഷം ആദ്യമായിട്ട് മേൽശാന്തിയായിട്ട് കയറി എന്ന് പറയുന്ന ക്ഷേത്രം ഇതാണ്. വളരെ മനോഹരമാണ് സ്ഥലം. നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാനും ഒരുപാട് നേരം നമുക്ക് ജപിക്കാനിരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇത്. ഞാൻ ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാന്റെ അവിടെ കയറുന്ന ചിത്രമാണ് ഇത്. കുറച്ച് നാളിന് മുമ്പ് എടുത്തതാണ്. ഞാനിതിപ്പോൾ ഇടാൻ കാരണം എനിക്കിങ്ങനെ കുറച്ച് ഈ ചെറിയ ചെറിയ കഥകൾ എനിക്ക് പറയണമെന്ന് തോന്നി. അങ്ങനെ ഞാനിത് എടുത്തിട്ടതാണ്. നല്ല ക്ഷേത്രമാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവാനാണ്, ഭഗവതിയാണ്. ഈ എന്തു പറയാം, നമ്മുടെ മനസ്സിന് നമുക്കെപ്പോഴും ഒരു തൃപ്തി തരുന്ന ചില സ്ഥലങ്ങളുണ്ടാവും. അതിലൊന്നാണ് ഈ അംബാപുരം എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള പേരയിൽ ശ്രീ തമ്പുരാൻ ഭഗവതി ക്ഷേത്രം. പേരയിൽ എന്ന് തന്നെ അവൻ്റെ ഗുരുനാഥൻ പറഞ്ഞതനുസരിച്ച് വളരെയധികം പ്രശസ്തമായ പേര് കേട്ട ഒരു കുടുംബം, അതാണ് പേരയിൽ. ആ കുടുംബത്തിൻ്റെ ദേവതകളാണ് ഇവരൊക്കെ. വളരെ മനോഹരമാണ്. ക്ഷേത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു മനസ്സിനൊരു സുഖം അല്ലെങ്കിൽ കുളിർമ തോന്നും. വയലിന് തൊട്ടടുത്താണ്, അതിൻ്റെ തൊട്ടടുത്തൂടെ ഒരു കനാൽ ഒഴുകിപ്പോകുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. എന്തു പറയാം, നമ്മൾ ആദ്യമായിട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് മറക്കാറില്ല. അങ്ങനെ ഒരു ക്ഷേത്രവും കൂടെയാണ് ഇത്. ഇതിനാദ്യം ഞാൻ നന്ദി പറയുന്നത് എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹത്തിന് അംബാകടാക്ഷം താന്ത്രിക് റിസർച്ച് ഫൗണ്ടേഷൻ്റെ ചെയർമാനായ ശ്രീ അനന്തു ശ്രീ ഗണേശം അവർ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശിക്ഷണത്തിൽ നിന്നാണ് നമുക്കൊരു എന്തു പറയാം, ഇത്രയും നല്ലൊരു അമ്പലത്തിൽ നമുക്ക് മേൽശാന്തിയായിട്ട് എത്താൻ സാധിച്ചത്. എന്തായാലും